നേരിൻ്റെ വഴിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെയൊക്കെ ജീവിതത്തിൽ പല കാര്യങ്ങൾ ചെയ്യുവാൻ നമ്മൾ ശ്രമിച്ചിട്ടുള്ളവരാണ്. നമ്മുടെ ശ്രമങ്ങളെല്ലാം വിജയിച്ചിട്ടുണ്ടാകണമെന്ന് നിർബന്ധമില്ല. തോൽവികൾ ഏറ്റുവാങ്ങി സങ്കടപ്പെട്ടും നിരാശപ്പെട്ടും ചിലപ്പോഴൊക്കെ വാവിട്ട് കരഞ്ഞും ജീവിച്ചിട്ടുള്ളവരാണ് നമ്മളെല്ലാവരും. എങ്കിലും നല്ല കാര്യങ്ങൾ ചെയ്യാതിരിക്കുന്നത്, അതിന് ശ്രമിക്കാതിരിക്കുന്നത് ഒരിക്കലും യോഗ്യമല്ല. ബ്രാൻഡൻ എന്ന് പറയുന്ന 6 വയസ്സുകാരനായ ഒരു ബാലകൻ്റെ കഥ കേട്ടിട്ടുണ്ട്. തൻ്റെ പപ്പയും മമ്മിയും രാവിലെ എഴുന്നേറ്റ് വരുന്നതിന് മുൻപ് അവർക്ക് കഴിക്കുവാൻ പ്രഭാത ഭക്ഷണം ഒരുക്കുവാനുള്ള ശ്രമത്തിലാണ് ബ്രാൻഡൻ. പാൻകേക്കിൻ്റെ പൊടി കബോർഡിൽ നിന്ന് ഏന്തി വലിഞ്ഞെടുത്ത് മുട്ട പൊട്ടിച്ച് പാൻകേക്കിൻ്റെ പൊടിയിൽ ഒഴിച്ച് പാൻകേക്ക് ഉണ്ടാക്കുവാനുള്ള ശ്രമം. പക്ഷേ ഈ ശ്രമം നടത്തുമ്പോഴെല്ലാം തൻ്റെ കൊച്ചു കൈകളിൽ നിന്ന് പാൻകേക്കിൻ്റെ പൊടിയും മുട്ടയും ഒക്കെ നിലത്ത് വീണ് വല്ലാതെ അലങ്കോലമായി. നിലത്ത് മാത്രമല്ല, അവൻ ധരിച്ചിരുന്ന വസ്ത്രം മുഴുവനും പാൻകേക്കിൻ്റെ പൊടി കൊണ്ട് നിറഞ്ഞു. എങ്ങനെയാണ് ഇതുണ്ടാക്കുന്നത് എന്നൊന്നും ബ്രാൻഡൻ അറിയില്ല. പക്ഷെ അവൻ ശ്രമിക്കുകയാണ്. ഓരോ ചുവടുകളും അങ്ങോട്ടും ഇങ്ങോട്ടും അവൻ വെച്ച് പാൻകേക്ക് ഉണ്ടാക്കുവാൻ ഓടുമ്പോൾ അവൻ ചെല്ലുന്ന കാലുവെക്കുന്ന എല്ലാ സ്ഥലത്തും പാൻകേക്കിൻ്റെ പൊടി കൊണ്ട് നിറയാനിടയായി. ചുരുക്കി പറഞ്ഞാൽ ആ മനോഹരമായ കിച്ചൺ ബ്രാൻഡൻ്റെ പ്രവർത്തനങ്ങൾ കൊണ്ട് വല്ലാതെ അലങ്കോലപ്പെട്ടു. എന്ത് ചെയ്യണമെന്ന് അവൻ അറിയില്ല. അവൻ്റെ ഹൃദയത്തിന് വലിയ സങ്കടമായി. ഒരു നല്ല കാര്യം ചെയ്യാൻ ശ്രമിച്ചതാണ്, പക്ഷേ ആകെ ഇപ്പോൾ കുഴപ്പത്തിലാണ്. വല്ലാതെ സങ്കടപ്പെട്ട് നിൽക്കുമ്പോഴാണ് തൊട്ടപ്പുറത്ത് തൻ്റെ പിതാവ് നിൽക്കുന്നതായി ബ്രാൻഡൻ ശ്രദ്ധിച്ചത്. ഒരു കാര്യം ഉറപ്പായി, പിതാവിൻ്റെ കഠിനമായ ശകാരവാക്കുകൾ തീർച്ചയായും കേട്ടേ മതിയാകും. ഒരുപക്ഷെ ഒരു വടിയെടുത്ത് കുതിര തല്ലാനും മതി. വേറൊരു നിർവാഹവും ഇല്ലാഞ്ഞതുകൊണ്ട് നിരാശയോടും ലജ്ജയോടും കൂടെ ഹൃദയത്തിൻ്റെ വിങ്ങൽ ഒരു വലിയ നിലവിളിയായി പുറത്തു വന്നു. ആ കിച്ചണിൽ നിന്ന് നിലവിളിക്കുന്ന മകനെ കണ്ടപ്പോൾ അപ്പൻ്റെ ഹൃദയം അലിഞ്ഞു. ആ പിതാവ് മകൻ്റെ അടുക്കലേക്ക് ഓടി വന്നിട്ട് ഒന്നും നോക്കാതെ അവനെ വാരിയെടുത്തു. മകൻ്റെ ശരീരത്തിലുണ്ടായിരുന്ന പാൻകേക്കിൻ്റെ പൊടിയും മുട്ടയുടെ അവശിഷ്ടങ്ങളുമെല്ലാം പിതാവിൻ്റെ ശരീരത്തിലും പറ്റിപ്പിടിച്ചു. പക്ഷെ പിതാവിന് ഒരു സങ്കോചവുമില്ല. തൻ്റെ കൈകൾ കൊണ്ട് കരയുന്ന മകൻ്റെ കണ്ണുനീര് തുടച്ചിട്ട് മകനോട് പറഞ്ഞു, മോനെ, സാരമില്ല, നീ ഒരു നല്ല കാര്യത്തിന് വേണ്ടിയല്ലേ ശ്രമിച്ചത്. തോറ്റുപോയെങ്കിലും വിഷമിക്കേണ്ടതില്ല. അടുത്ത ശ്രമം വിജയത്തിലേക്ക് എത്തുവാൻ നിനക്ക് സാധിക്കും. അവൻ്റെ ജീവിതത്തിലെ മറക്കാനാവാത്ത ഒരു ദിവസമായിരുന്നു അത്. ദൈവത്തിന് വേണ്ടിയൊക്കെ നമ്മൾ ചെയ്യുവാൻ ശ്രമിക്കുന്ന നല്ല കാര്യങ്ങൾ പലതും ഒരുപക്ഷെ തോൽവിയിൽ അവസാനിച്ചു പോയല്ലോ എന്നൊക്കെ സങ്കടപ്പെടുന്നവരായിരിക്കും നിങ്ങൾ. ദൈവത്തിന് വേണ്ടി മാത്രമല്ല, മറ്റു പലർക്കു വേണ്ടിയും നന്മ ചെയ്യണമെന്ന് ആഗ്രഹിച്ച് ആരംഭിച്ച പലതും
വലിയ തോൽവിയിലെത്തി എന്നൊക്കെ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവാം. ഒരു ഭാഗത്ത് നിരാശ, മറുഭാഗത്ത് അപമാനം. ഇനി എന്നെക്കൊണ്ട് ഒന്നിനും കഴിയില്ല, സാധിക്കില്ല എന്നുള്ള തീരുമാനം. പക്ഷെ നിങ്ങൾ അറിയേണ്ടത്, നല്ലത് ചെയ്യാൻ ആഗ്രഹിച്ച് നല്ല ഉദ്യമങ്ങൾ നടത്തിയിട്ട് നിങ്ങൾ പരാജയപ്പെട്ടെങ്കിൽ നിങ്ങളുടെ അരികിൽ നിങ്ങളോട് കൂടെ സർവശക്തനായ ദൈവം വാരിപ്പുണരാൻ കടന്നു വരുമെന്ന് നിങ്ങൾ മറക്കരുത്. നിങ്ങൾ തോറ്റുപോയ മേഖലകൾ, നിങ്ങൾക്ക് കഴിയാതെ പോയ ഉദ്യമങ്ങൾ, അവിടെയൊക്കെ തോറ്റു നിൽക്കുമ്പോൾ അടുത്തു വന്നിട്ട് സാരമില്ലെന്ന് പറയുന്ന ദൈവത്തിൻ്റെ സാന്നിധ്യം. ഇരുട്ടിലേക്ക് നിങ്ങൾ പോയി ഒളിക്കാൻ ശ്രമിക്കണ്ട, ആരും കാണാതിരിക്കട്ടെ എന്ന് ചിന്തിച്ച് മാറിപ്പോകാൻ ആഗ്രഹിക്കണ്ട. തുടരുക, നിങ്ങളുടെ ശ്രമം തുടരുക. ജയിക്കുവാൻ ദൈവം അവസരം തരും. അതല്ലെങ്കിൽ തോൽവിയുടെ മധ്യത്തിൽ നിങ്ങളെ സമാധാനിപ്പിക്കുവാനും ചേർത്ത് പിടിക്കുവാനും ദൈവം അടുത്തു വരും. അതുകൊണ്ട് നിരാശപ്പെടരുത്. ദൈവത്തിൽ വിശ്വസിക്കുക, ആശ്രയിക്കുക. ദൈവം നിങ്ങളെ തീർച്ചയായും മാനിക്കും.